ഓക്കെ പിന്നെ ഇത് ഫൈനൽ 590 കൊടുക്കാം. 590 SX കറക്റ്റാന്ന് ഓർക്കണം അല്ലേ? അതായത് ഒരു സ്വിഫ്റ്റിന് ഇപ്പോഴും കൊടുക്കണം 5.5 രൂപ. ആ വിലക്കാണ് നിങ്ങൾക്ക് ഇതാ കറക്റ്റ് തരുന്നത്. വില 5,90,000 രൂപ. 20 വണ്ടിക്ക്. 20 വണ്ടി. അടിപൊളി, നല്ല പ്രശ്നമുള്ള സ്വിഫ്റ്റിന്റെ വില പോലെ ആയില്ലോ. ഫൈനൽ വില നമുക്ക് 3,70,000 രൂപ കൊടുക്കാം. 80,000 രൂപ കൊടുക്കാം. വെറും 80,000 രൂപ. പോയിക്കോട് 37 ജെനുവിൻ ആണോ? നിങ്ങൾക്ക് 100% സിംഗിൾ ഓൺഷിപ്പ്. വീട്ടിൽ 37,000 കോടിയെ പെട്രോൾ ആണ്. 22 ഓട്ടോമാറ്റിക് 545 ഓട്ടോമാറ്റിക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു 10-20 വണ്ടികളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ കിടക്കുന്ന എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ A1 ന്യൂസ് സ്റ്റാർസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഒരു മുമ്പത്തെ ഒരു എപ്പിസോഡ് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്, കുറച്ച് ക്വാളിറ്റിയുള്ള വലിയ വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട്. ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന എല്ലാം ചെറുവണ്ടികളാണ്, നല്ല ക്വാളിറ്റിയുള്ള ചെറുവണ്ടികൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവില്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലോ കിലോമീറ്റർ പഴയ വണ്ടികളാണെങ്കിൽ പോലും ലോ കിലോമീറ്റർ വണ്ടികളാണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ്. അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ എന്തെങ്കിലും അപാകതകൾ ഉള്ളത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ, ലോ ബഡ്ജറ്റ് വണ്ടി വേണ്ടവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കുറേ വണ്ടികളുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി. കൂടുതലൊന്നും പറയുന്നില്ല, നല്ല വിലയാണ്. പെട്ടെന്ന് പറഞ്ഞ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് പോയാലോ. നമ്മുടെ A1 യൂസേഴ്സിലെ ലോ ബഡ്ജറ്റ് വണ്ടികളിൽ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് അധികം വണ്ടികളുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ലോ ബഡ്ജറ്റിന് വേണ്ടി നിങ്ങൾ ഷോറൂം അങ്ങ് തുടങ്ങി, ഞാൻ അവിടെ ഇടേണ്ടതല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും എന്താ ഈ കുറച്ച് വില കുറഞ്ഞതാണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി എന്താ സ്ഥിതി? അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ളത്. നല്ല വണ്ടികൾ. മേജർ ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലേ? നല്ല മുട്ട മെയിലാണ്, നമുക്ക് പെട്ടെന്ന് ഇവിടെ എടുത്തു പോകാം. ഇന്ത്യയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണേ. 100%. ആദ്യത്തെ വണ്ടി തന്നെ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് റെഡിഗോ, സിംഗിൾ ഓൺഷിപ്പ്, 50,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ തന്നെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? കിലോമീറ്റർ എത്ര പറഞ്ഞേ? 50,000 ഓടിയിട്ടുള്ളൂ. അതും ലോ കിലോമീറ്റർ അല്ലേ? നമ്മുടെ ഈ ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ലോ കിലോമീറ്റർ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് 2,85 കൊടുക്കാം. 2,85,000 രൂപയ്ക്ക് 2019-20 ലോ ബഡ്ജറ്റിൽ വരുന്നത് കേട്ടോ. അടുത്തത് നാനോ ആണെങ്കിലോ? നാനോ 2016 ടിസ്റ്റ്, 80,000 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. 80,000 ഓടി സെക്കൻഡ് ഓണർ, ടിസ്റ്റ് ആണ്. ഡിക്കി ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റും. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ടോ അല്ലേ? എന്താ വില? ഇത് നമുക്ക് 1,10,000 കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് ടിസ്റ്റ് 16 മാനുവൽ വണ്ടി. ഓക്കെ. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്, 40,000 കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണറിൽ 40,000 കിലോമീറ്റർ. ഓക്കെ. കിലോമീറ്റർ പക്ക ജെനുവിൻ, 40,000 അല്ലേ? അപ്പൊ അതൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇത് നമുക്ക് എന്ത് വരും? ഇത് നമുക്ക് 2,80,000 കൊടുക്കും. 2,80,000. അടിപൊളി. അതും നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണിക്കുന്ന ഒരുവിധം വണ്ടികളൊക്കെ ഫുൾ ഓൺ കയറില്ലേ? കയറും അല്ലേ? ഇനി ഈ 800 ആണെങ്കിലോ? ഇത് 2018 തന്നെ 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇതിന്റെ റേറ്റ് വരുന്നത് 2,75,000. 2,70,000 രൂപ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ഇതിലൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് ഉപയോഗിക്കാനും പറ്റും അല്ലേ? ക്വാളിറ്റി വണ്ടികളാണ്. 18 ശേഷം എല്ലാവർക്കും 6 മാസം വാറണ്ടി കൊടുക്കാം. ഇതാണെങ്കിലോ? ഇത് 2015 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട് ഈ വണ്ടിക്ക്. കേട്ടൺ ഓട്ടോമാറ്റിക് 15 അല്ലേ? 15 കേട്ടൺ ഓട്ടോമാറ്റിക്. അടിപൊളി. അതായത് ഈ ഷേപ്പിലേക്ക് വന്ന ഫസ്റ്റ് വണ്ടിയാണ്. മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 50,000 കിലോമീറ്റർ. 50 അതൊക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ശരി. ഇത് എന്താ വില? ഇത് നമുക്ക് 2,75,000 ഫൈൻ കൊടുക്കാം. 2,75,000 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് ഞാൻ ചോദിക്കുന്നത്. അത് 2,75,000 നോർമലി വില കൂടുതലാണല്ലോ. മാനുവൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള അല്ലേ? വണ്ടി. പിക്കപ്പ് കാര്യങ്ങളുള്ള 2,75,000 ഒട്ടും കൂടുതലെന്ന് പറയാൻ പറ്റില്ല. വൃത്തിയുള്ള വണ്ടി. 2016 മോഡല് തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ബാക്ക് ഡിക്കിയും ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് സോറി ഫ്രണ്ട് ഗ്ലാസ്, ബാക്ക് ഡിക്കിയും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 60,000 കിലോമീറ്റർ വണ്ടി. 16 വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് നമ്മൾ കൊടുത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 2,35,000 രൂപ. 2,35,000 ഓട്ടോമാറ്റിക്. ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നതാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ. വേറെ എഞ്ചിൻ പരമായിട്ടൊന്നും ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ലോ കിലോമീറ്റർ ആണ്, തേർഡ് ഓണർ ആണെന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 2,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2016 വണ്ടി ഓട്ടോമാറ്റിക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു നാനോ കൂടി ഉണ്ടല്ലോ. നാനോ 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ വണ്ടി. 13 സിംഗിൾ ഓണർ, 60 ഓടി. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 55 രൂപ കൊടുക്കാം. വെറും 55,000 രൂപയ്ക്ക് 2013 വണ്ടി എടുക്കാം അല്ലേ? അതും AC പവർ വണ്ടി. ACയും പവർ വിൻഡോയും ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. ഓക്കെ. അതേപോലെ തന്നെ ഈ ബാക്കിൽ ഒരു നിരന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ലാസ്റ്റത്തെ ഇഗ്നിഷൻ തുടങ്ങിയാലോ?
ഇഗ്നിസ് ഇതിപ്പോ ഏതാ മോഡല്? ഇഗ്നിസ് വരുന്നത് 2021 സിഗ്മ വേരിയന്റ് വണ്ടി. 21 സിഗ്മ എന്ന് പറയുമ്പോൾ ബേസ് ആണ്. അഡീഷണൽ ആയിട്ട് പിന്നെ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ AC പവർ സ്റ്റിയറിംഗ് ടൂഡർ വിൻഡോ അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കിലേക്ക് പവർ വിൻഡോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പവർ വിൻഡോ ചെയ്തില്ല. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതില് പിന്നെ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. കിലോമീറ്റർ 65,000 കമ്പനി സർവീസ്. 21 മോഡൽ അല്ലേ? മോഡൽ എന്ത് ചില്ലറ പൈസ കൊടുക്കുവോ? 4,25,000 രൂപ കൊടുക്കും. 21 വണ്ടി 4,25 അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, വലിയ കൂടുതലൊന്നും പറയാനില്ല. അതും മാക്സിമം ഫുൾ ഓൺ കയറില്ല. 100% ഓൺ. അതേപോലെ തന്നെ മൈക്രോ ആണെങ്കിലോ? മൈക്രോ 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക്കാ? മാനുവൽ. ഓ, ആക്റ്റീവിൽ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ? ഇല്ല. ശരി. 18 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റിലെ കറക്റ്റ് കമ്പനി സർവീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,60,000 രൂപ. 3,60,000 അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ആക്റ്റീവ് ആണ്, പെട്രോൾ ആണ്. അതുപോലെ തന്നെ ഇത് 17 മോഡല് ഇയോൺ 40,000 കിലോമീറ്റർ, ഇറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, 2,35,000 രൂപ. 2,35 17 വണ്ടി എടുക്കാം. അത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറും കേട്ടോ. അടുത്തത് 2 ഉണ്ട്, ടിയാഗോ. 2021 തന്നെ വണ്ടി. ഒന്ന് 50,000 കിലോമീറ്റർ, ഒന്ന് 44,000 കിലോമീറ്റർ. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 4,20,000 രൂപ കൊടുക്കാം. 21 വണ്ടി 4,20,000. അതായത് മിഡിൽ ഓപ്ഷന്റെ മേലെ വരും. അതായത് 4,25,000 രൂപയ്ക്ക് 2021 വണ്ടി അല്ലേ? അത് 50,000 കിലോമീറ്റർ ഓടി. 44,000 ഓടി 44,000 കിലോമീറ്റർ 4,30,000 രൂപ കൊടുക്കാം. 2021 വണ്ടി, അതും XT വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അത് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി. അപ്പൊ ആദ്യം വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് മാത്രമല്ല ബോണ്ട് പറയുള്ളൂ. ശരി, ഇത് 4,30 അല്ലേ? 4,30 ഓക്കെ. അതുപോലെ തന്നെ നിയോസ് 2023 സെക്കൻഡ് ഓണർഷിപ്പ്, സ്പോർട്സ് വേരിയന്റ് വണ്ടി. 23 സെക്കൻഡ് ഓണർ ആണ്. 28,000 കിലോമീറ്റർ വണ്ടി. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്. അല്ലെ വീൽസ് ഇട്ടോ? ഇല്ല, അങ്ങനത്തെ 1-2 കുറവുകളേ ഉള്ളൂ. 23,000 കറക്റ്റ് കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിലുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,45,000 രൂപ ഫൈൻ കൊടുക്കും. 5,45,000 നെഗോഷ്യബിൾ ആവുമോ? ചെറിയൊരു വണ്ടി. ഇത് മാനുവൽ അല്ലേ? മാനുവൽ അല്ലേ? 5,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഇത് 2015 മോഡൽ തേർഡ് ഓണർഷിപ്പ്, സെലേരിയോ, 3,25,000 രൂപ കൊടുക്കും. മാനുവൽ അല്ലേ? മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്. 15-ലും തേർഡ് ഓണർ 3,25,000 രൂപ കൊടുക്കും. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ വണ്ടി ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് സെലേറിയോ ആണ്, അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓൺ കയറില്ലേ? ഓൾമോസ്റ്റ് കയറും. പോളോ ആണെങ്കിലോ? പോളോ 2015 മോഡൽ GT. 15 GT. സെക്കൻഡ് ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ ഓടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഫൈനലായിട്ട് നമുക്ക് 4,90 കൊടുക്കാം. 4,90 GT 15 വണ്ടി. 1,00,000 കിലോമീറ്റർ ജെനുവിനാ? കിലോമീറ്റർ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ ഉള്ളൂ, ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണിത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ വരുന്നൊക്കെ ടോപ്പ് കൺവേർട്ടർ ഒക്കെ ആണല്ലേ? പവർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പവർ. അത് മാത്രമല്ല ഹെഡ്ലൈറ്റ് രണ്ടും പൈസേന്റെ സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. 40 രൂപ വരും വിലക്ക്. ആ സാധനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? അടുത്തത് ഡിസയർ ആണെങ്കിലോ? ഡിസയർ 2010 പേപ്പർ എടുത്തിട്ട് ടാക്സ് അടച്ചിട്ട് 2010 വണ്ടി 1,80,000 രൂപ കൊടുക്കാം. 1,80,000 2010 വണ്ടി. 11 വണ്ടി. 11 ടാക്സ് അടച്ച് പേപ്പർ എടുത്തിട്ട് പുതിയ പേപ്പർ 5 വർഷം പേപ്പറോട് കൂടിയിട്ട് 31 വരെ പേപ്പർ ഉണ്ടാവും. നമുക്ക് VXA വണ്ടിയാണ്. 80,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പ്, 1,75,000 കൊടുക്കും. 1,75,000 ഫൈനൽ റേറ്റ് അല്ലേ? ഓക്കെ. ലോൺ കയറുമോ? ലോണ് ശ്രീറാമൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡിസയർ വേറെ കിടപ്പുണ്ട്, ന്യൂ ഷേപ്പ് ആണ്. ഇതേതാ മോഡൽ? ഇത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ, 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 15, 16, 48,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഡീസലാണ് പെട്രോളോ? പെട്രോൾ. VXA. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4,30,000 രൂപ ഫൈൻ കൊടുക്കും. 4,30,000 15, 16 മോഡൽ ഉള്ളതുകൊണ്ട് അല്ലേ? 4,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? കുറച്ച് കൊടുക്കാം അല്ലേ? ഓർമ്മ ഉണ്ടല്ലോ സെയിം സാധനം. ഇത് 2015 വണ്ടി VXA, 70,000 കിലോമീറ്റർ വേണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 3,85 ഫൈനൽ. 3,85,000 ഓടിയതുകൊണ്ടായിരിക്കും. വേറെ അപകടമൊന്നും ഇല്ല. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഡിസൈർ പെട്രോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഓർമ്മ ഉണ്ടല്ലോ ഡീസൽ ആണല്ലോ? ഇത് ഡീസൽ. 2013 മോഡൽ 14 ZDI വണ്ടി. ZDI അന്നത്തെ ഫുൾ ഓപ്ഷൻ ബട്ടൺ ഷാട്ട് ഇല്ല അല്ലേ? ZDI ഉള്ളൂ, പ്ലസ് ഇല്ല. ഓക്കെ. അലവിൽ ഉണ്ടാവും അല്ലേ? അലവിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ വേണ്ടി. വേറെ ഡിക്കി മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടില്ല? ഒന്നുമില്ല, ഡിക്കി മാത്രം. അപ്പോൾ ആയിരിക്കും അല്ലേ? ശരി. എന്താ വില? ഇത് കറക്റ്റ് കമ്പനി സർവീസ്. ഇത് ഫൈനൽ വില നമുക്ക് 3,70,000 രൂപ കൊടുക്കാം. 3,70,000 എന്തെങ്കിലും നെഗോഷ്യബിൾ ആവാണ്ടോ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയി തരും കേട്ടോ. 3,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2013 ഡീസൽ വണ്ടി ZDI എടുക്കാം. 13-14 രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ വാഗണറാണെങ്കിൽ 2007 സെക്കൻഡ് ഓണർഷിപ്പ്, AC പവർ സ്റ്റിയറിംഗ് വണ്ടി, 2027 പേപ്പറിലെ വണ്ടി.
ഇതിന്റെ മെയിൻ ക്ലാസ് ചെറിയൊരു പൊട്ടുണ്ട്, ഇത് മാറ്റി തരാം. അതൊക്കെ ഒഴിവാക്കുന്നത് എന്ത് പറയാനാണെന്ന് പറഞ്ഞേ ഉള്ളൂ. പഴയ വണ്ടി ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്നല്ലേ. ഓ, ഇത് മോഡൽ 2007 സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി ശരി 80,000 രൂപ കൊടുക്കാം. വെറും 80,000 കൊടുക്കാം. ക്ലാസ് ഒക്കെ നിങ്ങൾ സൗമ്യം പോലെ മാറ്റി അതില്ലാന്നുണ്ടെങ്കിൽ വേണേ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ചെറിയ മാറ്റം. റേറ്റ് കുറയോ? റേറ്റ് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ബീറ്റ് ആണെങ്കിലോ? ബീറ്റ് 2011 മോഡല് പുതിയ ടാക്സ് അടിച്ചിട്ടുണ്ട്. 37,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. പോയിക്കോട് 37 ജെനുവിൻ ആണോ? നിങ്ങൾക്ക് 100% സിംഗിൾ ഓണർഷിപ്പ്. ബീറ്റിൽ 37,000 കോടിയ പെട്രോൾ ആണ്. പെട്രോൾ അത് അല്ലെങ്കിൽ പിന്നെ 37,000 അല്ലല്ലോ ഓടുക. സിംഗിൾ ഓണർ അല്ലേ? ശരി, എന്താ വില? നമുക്ക് പേപ്പർ എടുത്തിട്ട് 95,000 രൂപ കൊടുക്കാം. 95 രൂപയ്ക്ക് പുത്തൻ 5 വർഷത്തെ പേപ്പറോട് കൂടി കൊടുക്കാം അല്ലേ? നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇവിടുന്ന് ഹിസ്റ്ററി കിട്ടും, കിട്ടും. പക്ഷെ അതുവരെ ഹിസ്റ്ററി കിട്ടും. അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കമ്പനി പോലും ഇല്ല, പിന്നെ ഹിസ്റ്ററി ഒക്കെ സർവീസ് ഒക്കെ സ്കാനർ ചെക്ക് ചെയ്തോട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. നിങ്ങൾക്ക് 95 രൂപയ്ക്ക് നല്ലൊരു വണ്ടിയാണ് തരുന്നത്, നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ബ്രസ ഉണ്ടല്ലോ, ഡീസലാ? ബ്രസ പെട്രോൾ 2020 മോഡല് LXA ബ്രസ സെക്കൻഡ് ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി പെട്രോൾ അല്ലേ ഇത് പറഞ്ഞ? പെട്രോൾ LXA അല്ലേ? ആക്സിഡന്റ് ബോണറ്റ് റീപ്ലേസ് ആണ്, വേറെ റീപ്ലേസ്മെന്റ്. അത് മറ്റേ ഹെഡ്ലൈറ്റ് മാറിയതാണല്ലോ. അല്ല LXA വരില്ലല്ലോ, പ്രൊജക്ടർ വരില്ലല്ലോ. പ്രൊജക്ടർ വരില്ല, അപ്പൊ മാറിയതായിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ചെറിയ തട്ട് കുടുങ്ങിയിട്ടുണ്ടാവും. ഇല്ല, ഇത് മാക്സിമം 34,000 രൂപയുടെ ക്ലെയിം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ 34,000 രൂപ ക്ലെയിം. കറക്റ്റ് ഹിസ്റ്ററി ചിലപ്പോൾ ചെറിയ പൈസക്ക് എവിടെ കിട്ടിയപ്പോൾ വാങ്ങിച്ചു വെച്ചായിരിക്കും അല്ലേ? വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒരിക്കലും LXA എന്ന് പറയില്ല, ഒരു ZXA ലുക്ക് ഉണ്ട്. കിലോമീറ്റർ പറഞ്ഞേ? ഇത് കിലോമീറ്റർ വരുന്നത് 58,000. വിലയോ? വില 5,90,000 രൂപ. 20 വണ്ടി. അടിപൊളി, നല്ല പ്രശ്നമാണ്. സ്വിഫ്റ്റിന്റെ വില പോലെയല്ലോ. 5,90 നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം, അതൊന്നും മോശമല്ല. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം. ഇതാണെങ്കിലോ? ഇത് 2017 മോഡൽ SX ക്രെറ്റ. ഡീസലാണോ? പെട്രോൾ. ഓക്കെ, പെട്രോൾ 2017 അല്ലേ? 1,10,000 കിലോമീറ്റർ ഓടിനി. വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല. ഓക്കെ, പിന്നെ ഇത് ഫൈനൽ 5,90 കൊടുക്കാം. 5,90 SX ക്രെറ്റയാന്ന് ഓർക്കണം അല്ലേ? അതായത് ഒരു സ്വിഫ്റ്റിന് ഇപ്പോഴും കൊടുക്കണം 5,500 രൂപ. ആ വിലക്കാണ് നിങ്ങൾക്ക് ക്രെറ്റ തരുന്നത്. പെട്രോൾ ആണെന്നേ ഉള്ളൂ, മൈലേജ് ലേശം കുറയും, വേറൊരു അപാധയില്ല അല്ലേ? ഫുൾ ഓൺ കിട്ടും. അത് SX ആട്ടോ. ഇതാണെങ്കിലോ? ഇത് 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ടെറാനോ. ഇത് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഡീസലോ പെട്രോളോ? ഡീസൽ വണ്ടി. ഡീസൽ 85 110 ഓടിയ വണ്ടി. 5,20 തരാൻ വേണ്ടി. 5,20 2017 വണ്ടി. അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. അടിപൊളി, മോശമൊന്നുമില്ല കേട്ടോ. ചെക്ക് ചെയ്ത് എടുത്തോളാം. അടുത്തത് പഞ്ചാണ്. പഞ്ച് ഏതാ മോഡല്? പഞ്ച് വരുന്നത് 2022 അഡ്വഞ്ചർ വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്, 57,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് വണ്ടി. 22 ഓട്ടോമാറ്റിക് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷൻ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ വില വരുന്നത്? 5,90 കൊടുക്കാം. 5,90. പുതിയൊരു 8 സംതിങ് ഉണ്ടോ? 9 മേലെ ഉണ്ടാവും അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. അപ്പൊ അതൊന്നും ഇല്ലല്ലോ, നീറ്റ് വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പഞ്ച് വേണമെങ്കിൽ നോക്കിയോ, നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ല അടിപൊളി ഒരു ട്രൈബർ ലോ ബഡ്ജറ്റ് 7 സീറ്റർ വണ്ടി അല്ലേ? പെട്രോൾ ആണ്, നല്ല പുത്തൻ 4 ടയർ കിടപ്പുണ്ട്. 2022 സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,40,45,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കും. 22 ഓട്ടോമാറ്റിക് 5,45 ഓട്ടോമാറ്റിക്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവാനുണ്ടോ? ചെറിയൊരു മാറ്റം കൊടുക്കാം, നെഗോഷ്യബിൾ ആവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട അല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഈ കാണിച്ച വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ, ഒന്നും അവസരങ്ങൾ കളയണ്ട. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ തപ്പിയിടം നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. രതീഷ് ബ്രോ, നമ്മൾ ആൾക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. മാക്സിമം സെറ്റ് ആയി കൊടുത്താൽ. ഓക്കെ, അപ്പോൾ നല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ A1 യൂസ് ചാർജിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ലോ ബഡ്ജറ്റ് ഉണ്ട് അല്ലേ? ഓൾറെഡി ഇവരുടെ എപ്പിസോഡ് നമ്മൾ ഹൈ ബഡ്ജറ്റ് കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ നമ്മൾ അപ്പുറത്തെ ഷോറൂമിൽ കാണിച്ചിരുന്നു. ഇവിടെ മാക്സിമം ഉള്ളതെല്ലാം ചെറു വണ്ടികളല്ലേ? അത് മാക്സിമം ഒരു 5 ലക്ഷം രൂപ, 5 ലക്ഷം അല്ല, കൂടുതലും ഒരു 3-4 ലക്ഷം രൂപ റേഞ്ചിലല്ലേ എല്ലാ വണ്ടികളും. 1-2 വലിയ വണ്ടികൾ. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾ മാക്സിമം വരെ വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാ സൗകര്യങ്ങളും കൊടുക്കാമല്ലോ. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ. അതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ അധികം നേരം ഇവിടെ ഒന്ന് ഒഴുകി പോകുന്ന അവസ്ഥയാണ്, അമ്മാരി ചൂടാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.